ഫോൺ കോളൊക്കെ വരുന്നല്ലോ. മാറിക്കേടാ, ഇത് വല്ലാത്തൊരു ഓട്ടമാണല്ലോ. എന്തോ കേക്കുവാ? ഒന്നുമില്ല. ഒന്നും കയറി പോയിക്കൂടെ? അതിലെന്തോ ഉണ്ട് കേട്ടോ. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും. ഇപ്പം ചേച്ചിയുടെ ഫോണിൽ ഫോൺ കോളും മെസ്സേജും ഒക്കെ വന്നു തുടങ്ങി. ആണോ ചേച്ചി? അമ്മ പറഞ്ഞിട്ടില്ലേ മൊബൈലിന്റെ യൂസേജ് കുറക്കണമെന്ന്? ദേ നോക്കി, ഇതിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആണ്. അല്ല പിന്നെന്തിനകത്ത് ദേഷ്യം? നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ആ ചേച്ചിയെ വിളിച്ച ഫോൺ നമ്പറില്ലേ നമ്മുടെ അമ്മയും കൂടെ വിളിപ്പിച്ചു നോക്കാം. അപ്പൊ മനസ്സിലാവും കാര്യങ്ങളുടെ കിടപ്പ്. എന്റെ പൊന്നു മോനെ, ചതിക്കല്ലേ പ്ലീസ്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കണി കാണാൻ പോലും കിട്ടില്ല. അങ്ങനെ വൈകി വാ ശിവ, വാടി. തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ കേസ് വിട്ടിരിക്കുന്നു. ഞങ്ങള് പോവാ. പക്ഷെ നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ട് പൊട്ടന്മാരെ പോലെ പോവാന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങളെ പറഞ്ഞോടാണ് എന്താ ഇത്ര സന്തോഷം? മനസ്സിലായി. അത് തന്നെ. ചേച്ചിയുടെ മുഖഭാവം കണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, എന്തോ ഒരു കള്ളത്തരുണ്ട്. ഉണ്ടോ? ഇല്ലേ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ? യെസ്. അപ്പൊ നമ്മളത് അമ്മയെ അറിയിക്കണ്ടേ? അറിയിക്കണം അല്ലേ? തീർച്ചയായും അറിയിക്കണം. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? നാട് വിട്ടു പോയാലോ എന്ന് ആലോചിക്കുക. വളരെ നല്ല കാര്യം. പക്ഷെ മക്കളെ, അച്ഛന്റെ പേര് ഇതിൽ വലിച്ചഴിക്കരുത്. വയ്യ, അച്ഛൻ പാവമാണ്. അച്ഛൻ ഭയങ്കര പാവല്ലേ ഉറങ്ങിക്കിടക്കുമ്പോ. വന്നാ ഒന്നും കേട്ടൂല അറിഞ്ഞൂല. അപ്പോഴത്തേക്കും തോക്കെടുത്ത് എന്നെ വെടിവെക്കാൻ വേണ്ടി അറിഞ്ഞു വരും. ഇവിടെ സഹോദരൻ കൂടെ വേണമായിരുന്നു. കറക്റ്റ് ആയിരുന്നു. എന്റെ ശവം കൊത്തിക്കൊണ്ട് പറന്നെ. അമ്മേ, മാമന് വരൂ. മാമൻ കൃഷിയുടെ ആവശ്യത്തിന് കുറച്ച് സ്ഥലം ലീസിനെടുക്കാൻ പോയിരിക്കുക. എന്റെ അമ്മ, ഇപ്പൊ തന്നെ മാമന് സമയമല്ല. ഇനി വേറൊരു സ്ഥലത്തും കൂടി കൃഷി ചെയ്യാന്ന് പറഞ്ഞ. മാമനെ സഹായിക്കാൻ അമ്മ ഒരാൾ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആരെ അമ്മേ? അമ്മ ആളെ കൊടുക്കൂ. അച്ഛൻ. മക്കളെ, നിന്റെ അമ്മ അടിമ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. നീ എന്നെ ആർക്ക് വേണോ പിടിച്ചെടുത്തോ. നിന്റെ അനിയന് എന്നെ പിടിച്ചെടുക്കായിരുന്നാ മതി. നിങ്ങൾക്ക് അവന് പേടിയാണ്. കാലനെ ആരെങ്കിലും പേടിക്കായിരിക്കൂ. സത്യത്തിൽ അവന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കണില്ല. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? പറയടാ. അതെ അമ്മേ, ആദ്യം ലിച്ചു ചേച്ചിയുടെ ഫോണിലാണെങ്കിൽ കുറെ ഫോൺ കോളൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കുറെ മെസ്സേജും വന്നു കിടക്കുന്നു. ആദ്യം ഞങ്ങളത് കാര്യമാക്കില്ല, പിന്നെ ശരിക്കൊന്ന് ചോദ്യം ചെയ്തു. എന്നിട്ട് അല്ല, ചേച്ചി എന്താണ് ചോദ്യം ചെയ്യുന്നത്? ചേച്ചി പാവല്ലേ? ചേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ വിളിക്ക. നീ അല്ലടി പറഞ്ഞ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ. എന്നിട്ടിപ്പോ എന്തോ ഞാനെന്താ പറഞ്ഞു? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല, ഒന്നുമില്ല. അല്ലമ്മേ, ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒലക്ക എന്തോ പറഞ്ഞില്ലേ? കഴിക്കടാ. അമ്മ, പിടിച്ചൂടെ പപ്പടം ഉണ്ടോ? വേണേ കഴിച്ചാൽ മതി, പപ്പടമൊന്നുമില്ല. മക്കളെ, അച്ഛൻ ഒരു പുതിയ സംഭവം കണ്ടുപിടിക്കുകയാണ്. വരാം, കണ്ടുപിടിക്കാം. നിനക്കും വരാം. പറഞ്ഞാ നീ വരാം. പൊന്നുമോൻ, ചേച്ചിക്ക് പണി തരുവാ അല്ലേ? എനിക്കറിയായിരുന്നടാ നീയൊക്കെ എന്നെ ചതിക്കൂന്ന്. പിന്നെ എനിക്ക് കുറച്ചു മുമ്പ് കോൾസും മെസ്സേജസ് ഒക്കെ വന്നല്ലോ, അതെന്റെ ബോയ് ഫ്രണ്ടിന്റെ. കേട്ടാ? യെസ്, ഐ മീൻ ലവ്. ഡാ, നീ ആരുടെ അടുത്തോടെങ്കിലും പോയി പറ, എനിക്കൊരു ചുക്കൂല. കേട്ടോടാ കുരുട്ടെ? ശിവ, നമുക്ക് വെല്ലുവിളി ഏറ്റെടുക്കണോ? നോക്കട്ടെ, സമയമാകുമ്പോ ഞാൻ പറയാം. എന്തായാലും ഇപ്പൊ നീ ഒന്നും മിണ്ടാൻ പോകണ്ട. അച്ഛാ, എന്തോ പുതിയ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അതൊക്കെ ഉണ്ട്, നോക്കിക്കോ. അച്ഛാ, നമ്മുടെ ഗേറ്റില്ലേ, അവിടെ സെൻസറൊക്കെ പിടിപ്പിക്കുന്ന കാര്യം. സെൻസറൊക്കെ പിടിപ്പിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, എന്തായി? അതിന് പര്യാപ്തമായ സാങ്കേതിക ക്ഷമത കൈവന്നിട്ടില്ല. പക്ഷേ അച്ഛാ പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അച്ഛാ, നമ്മുടെ ഗേറ്റും മതിലൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഒരു പൊട്ടിത്തെറി സഹിക്കാൻ പറ്റില്ല ചെതില്. കാന്താരി കാന്താരി. കേശു, ഇതാണ് വിൻഡ് മില്ല്.
ആ നീ തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലേ വലിയ വിൻഡ് മില്ല് ഇങ്ങനെ കറങ്ങുന്ന അതിന്റെ മിനിയേച്ചറാണിത്. അച്ഛൻ ഇതുകൊണ്ട് ടെറസിന്റെ മുകളിൽ വയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും? കാറ്റടിക്കുമ്പോ ഈ വീൽ ഇങ്ങനെ കറങ്ങും. അപ്പൊ അതുവഴി വൈദ്യുതി ഏതുവഴി വരും? ഇതുവഴി കറങ്ങി അച്ഛൻ ആവശ്യമായ വൈദ്യുതി കിട്ടും. നിങ്ങൾക്ക് ഭയങ്കര പരാതിയില്ല അച്ഛൻ ഇവിടെ കിടന്ന് വൈദ്യുതിയൊക്കെ നശിപ്പിച്ച് കളയണമെന്ന്. അപ്പൊ ആ ഒരു പരാതി അങ്ങ് മാറി കിട്ടും കേട്ടാ. ചോദിച്ചൊക്കെ കറക്റ്റാണ്, പക്ഷെ തന്നെ കറങ്ങിയില്ലെങ്കിൽ അച്ഛൻ വേറൊരു കാര്യം ചെയ്യും. ഇതിന് തത്തുല്യമായി മറ്റൊരു മോട്ടോർ അവിടെ ഫിറ്റ് ചെയ്യും ഇത് കറങ്ങാൻ വേണ്ടി. അതിന്റെ കണക്ഷൻ എവിടെ നിന്ന് എടുക്കും? കറണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മളെ വീട്ടിന്റെ കണക്ഷൻ ഇവിടുന്ന് കൊടുക്കും. അപ്പൊ ഇത് കറങ്ങും. അങ്ങനെ ഫസ്റ്റ് ഇതൊന്ന് കറങ്ങി വിട്ടാൽ മതിയടാ, പിന്നെ അതങ്ങ് കറങ്ങിക്കൊള്ളും. അമ്മ കണ്ടാലേ ഇത് അപ്പുറത്തെ പറമ്പിൽ പോയി കിടന്ന് കറങ്ങും. അത് കറക്റ്റാണ്. അച്ഛാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജ് ആണോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ആരാ ആദ്യം ലവ് പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരില് പോയി പടിയടാ പടാ, പോയി പടിയടാ, പഠിക്കാന്നൂടെ നിനക്ക്? എന്റെ അച്ഛ ഒരു ചോദ്യത്തിന് ഉത്തരം മാറി ചോദ്യം അല്ല. അമ്മ പറഞ്ഞതാ ശരി. എന്ത് പറഞ്ഞു? അച്ഛൻ അമ്മയുടെ പുറകെ കിടന്നേന്നും ആദ്യം അച്ഛനാ ലവ് പറഞ്ഞേന്നൊക്കെ. അമ്മയ്ക്ക് അതിന് ഇഷ്ടമേ അല്ലായിരുന്നെന്നും പറഞ്ഞു. ഒടുവിൽ അച്ഛൻ മാമനെ കൂട്ടുപിടിച്ചു. മാമനല്ല നിങ്ങളോട് പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ കൊറേ റിസ്ക് എടുത്തു അല്ലേ? അങ്ങനെയൊന്നും അല്ല. ശരിക്ക് പറഞ്ഞ നിന്റെ അമ്മയാണ് അച്ഛൻ ആദ്യം പ്രലോഭിപ്പിച്ചത്. അച്ഛൻ അതിന് വശംവദനായിപ്പോയി. ഒരാണുങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങളിലെ പ്രലോഭനങ്ങളിൽ വശംവദനാകരുത്. അങ്ങനെ അച്ഛൻ പ്രലോഭിപ്പിച്ചേ? അച്ഛൻ വശംവദനായതും കൊണ്ടാണോ? പോയി പഠിപ്പോ. അച്ഛാ ഞങ്ങൾ പഠിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിക്കേ. ഇപ്പൊ ലച്ചു ചേച്ചിയും വിഷ്ണു ചേട്ടനൊക്കെ പ്രേമത്തിന്റെ പ്രായത്തിൽ നിൽക്കല്ലേ? അല്ല, അവരെങ്ങാനും പ്രേമിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിന് കൂട്ടു നിൽക്കോ? ഈ പറഞ്ഞു വഴിവിട്ട് പോവേണല്ലോ. കാര്യം എന്താ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. ചുമ്മാ ചോദിച്ചതാ? പോടാ, പോയി പടിയടാ, പോടാ. ഞാൻ പറയാം, വന്ന് പറയാം നിനക്ക്. പോടാ. കഷ്ടം അച്ഛന്റെ ദേഹത്ത് പ്രേതം കയറി. പ്രേതമല്ല, പ്രേമായിരിക്കും ചിലപ്പോ. ഇതൊക്കെ പറയണ പിള്ളേര്. ചൂട് പിള്ളേരെ വാ. ഇല്ലോ കുട്ടികളാരും ഉണ്ടോ? കുട്ടികളാരും ഉണ്ടോ? കില്ലച്ചുകൊണ്ടു. ആ ചൂടുണ്ടേ. വൈകുന്നേരം അവർ ഒരുമിച്ച് വന്നോളൂല്ലോ ട്യൂഷൻ കഴിഞ്ഞിട്ട്. ചൂട് പിള്ളേരെ കൊണ്ടുപോവാ. അവൻ വെച്ച് നോക്കിയിരുന്ന് അതിന്റെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കും. വൈകിട്ട് കാണാം. വൈകിട്ടല്ലേ വരുള്ളൂ. അതെ. നീ എന്തിനാ പിള്ളേരുടെ അടുത്ത് ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു കൊടുക്കണേ? നിന്റെ അനിയൻ എന്നെ നാട്ടിച്ച പോലെ നീ തുടങ്ങിയ എന്താ കാര്യം? ഞാൻ നിന്നെ പണ്ട് പറയാണെന്ന് ശല്യപ്പെടുത്തിയ? പിന്നില്ലേ, നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നാ? അയ്യേ, എനിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അന്നത്തെ കോലം കണ്ടാലും മതി. ഒരുമാതിരി വരയും മീശയും ബെല്ലു വെച്ച പാൻറ്റും ഹിപ്പിയും മുടിയും. നീ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നീ എനിക്ക് വേണ്ടി കരഞ്ഞതാ? കരഞ്ഞത് ഞാൻ ഗതികിട്ടങ്ങ് പ്രേമിച്ചു പോയതാ. ചങ്കിക്കൊള്ളണ വർത്താനം പറയരുത് കേട്ടാ. എന്തേ? ഇത് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ വിഷമിപ്പിക്കണതിനാണ്. ചൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്നെ സ്നേഹിച്ച് തുടങ്ങിയത് കൈപൊള്ളി. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും കളത്തരാ. അതുകൊണ്ടാ കൈപൊള്ളിയെ. നെഞ്ച് പൊള്ളിക്കണമൊന്നും പറയരുത് കേട്ടാ. പിന്നെ നെഞ്ച് അവധിയെടു. എന്തിനു കിടന്നുറങ്ങാനാ?